പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് നവംബർ മാസം 25-ാം തീയതി തിങ്കളാഴ്ചയാണ്. എല്ലാവരെയും ഈ പൊന്നുഷസിലെ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുമുറവാടുന്നാണ് ഇപ്രധാന അത്ഭുതകരം. ഹൃദയത്തെ, ശരീരത്തെയും ജീവിതത്തെ സംരക്ഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. എൻ്റെ പ്രിയപ്പെട്ട നിയോഗം പറയുക. സ്നേഹത്തോടെ, ദൈവവിശ്വാസത്തോടെ, ഭക്തിയോടെ, പ്രത്യാശയോടെ, ശരണത്തോടെ ആണ് നിയോഗം പറയേണ്ടത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ മക്കളെ, കണ്ണുകളടച്ച് കൈകൾ കുപ്പി അതീവ ഭക്തിയോടുകൂടി ഈ ദിനത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കർത്താവെ, ഇന്നത്തെ മുഴുവൻ നിയോഗങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾ പോകുന്ന വഴികൾ, ഇടപെടുന്ന വ്യക്തികൾ, സന്ദർശിക്കുന്ന സ്ഥാപനങ്ങൾ, ഇടപെടുന്ന എല്ലാവിധ ജീവിത സാഹചര്യങ്ങളും സഞ്ചാരിമാതാവെ, സമയത്തിൻ്റെ അധികാരി അമ്മയുടെ സാന്നിധ്യം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാഗ്ദാനം, ഐ വിൽ ബി വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും എൻ്റെ സാന്നിധ്യം നിന്നോട് ഉണ്ടായിരിക്കും. കർത്താവ്, ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവ്, ഇപ്പോൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ മക്കളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജയത്തിലും കരയിലും മോളിലും ഹൃദയത്തിലും
കർത്താവിൻ്റെ ചൈതന്യവും സന്തോഷവും ഉണ്ടാവട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കള് സ്വന്തം മെരിട്ട് കൊണ്ട് നടക്കാത്ത എല്ലാ കാര്യങ്ങളും ഇന്ന് ഇടപെടാൻ പോകുന്ന അവരുടെ ബലത്തിന് പറ്റാത്ത, അവരുടെ സ്വാധീനങ്ങൾക്ക് അപ്പുറത്തുള്ള എല്ലാ വിഷയങ്ങളും, ചിന്തിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നമ്മുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ അങ്ങയുടെ തിരുസന്നിധി സമർപ്പിക്കുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധമായ തിരുവാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ. സന്ധിബന്ധങ്ങളിലും മാംസപേശികളിലും രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. നിങ്ങളുടെ കാലുകൾ സഞ്ചരിക്കുന്ന, പാദങ്ങൾ സഞ്ചരിക്കുന്ന എല്ലാ ഇടങ്ങളും, ആ പാദങ്ങൾ ചെന്ന് കയറുന്ന എല്ലാ ഇടങ്ങളും, അവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ, ഒപ്പിടുന്ന ഒപ്പുകൾ, ഡീലുകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില ചർച്ചകളിൽ അങ്ങയുടെ മക്കൾ പങ്കെടുക്കുന്നുണ്ട്. ആ ചർച്ചകളിൽ അങ്ങ് തന്നെ തീരുമാനം എടുക്കണം. ആ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താൻ ഞങ്ങളുടെ കഴിവ് ഞങ്ങൾക്കില്ലെങ്കിൽ കർത്താവ്, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. നിൻ്റെ കാരുണ്യം കൊണ്ട് ആ മേഖലയെല്ലാം ഇടപെടണം. കർത്താവ്, പലപ്പോഴും ഉടമ്പടിയിൽ ഇരിക്കുന്നവർക്ക് പല വിഷയങ്ങളും ലൈറ്റ് വെയ്റ്റാണ്, ഫെദർ ടച്ചാണ്. അതുപോലെ കർത്താവെ, ഒരു തൂവലിൻ്റെ ലാഘവത്തിൽ എല്ലാം ഭാരലഘുത്വം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കുകയും ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളായ ഭാരലഘുത്വവും സമയച്ചുരുക്കവും നിങ്ങളുടെ ജീവിതത്തിൽ അവകാശവും ഓഹരിയുമാകട്ടെ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യാനും, പിത്തള വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടാനും, ഇരുമ്പ് ഓടാൻപുകൾ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടാനും കർത്താവിൻ്റെ കാരുണ്യം നിങ്ങൾ ആവശ്യിക്കട്ടെ. കർത്താവ്, നിന്റെ നാമത്തിൻ്റെ വലിയ ഭക്തിയുള്ള വിശ്വാസികളായി മാറാൻ, കർത്താവ് നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി സുവിശേഷത്തിൻ്റെ സാക്ഷികളാകാൻ അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കണമേ. എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ, ഇന്നനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. രോഗികൾ, പീഡിതർ, ഹൃദയഭാരം അനുഭവിക്കുന്നവർ, കർത്താവെ, ആശുപത്രികളിൽ ട്രീറ്റ്മെൻറ്റിന് പോണവർ, പ്രസവത്തിന് പോകുന്നവർ, ഇന്ന് ഡെലിവറിക്ക് ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നവർ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് ഇന്ന് ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നവർ, ഇന്ന് ഡേറ്റ് രൂപപ്പെടുത്തി എടുക്കേണ്ടവർ, എല്ലാവരുടെയും എല്ലാ വിഷയത്തിനും വരും ദൈവികമായ ശക്തിയും കാരുണ്യം ചൊരുകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നവംബർ മാസം 25 തിങ്കളാഴ്ച നമ്മൾ വായിക്കുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ്. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതേ സത്യം പറഞ്ഞാൽ ഈ ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടസ്റ്റ് ഉണ്ടാകും, ചരിത്രപരമായ ഒരു പശ്ചാത്തലം അതിനുണ്ടാകും. പക്ഷെ ദൈവവചനം എന്ന് പറയുന്നത് ആ ഒരു ചരിത്രപരമായ പശ്ചാത്തലത്തിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്ന, പരിമിതപ്പെടുത്തുന്ന ഒന്നല്ല. കർത്താവ് എന്താ പറയുന്നത്? ആകാശവും ഭൂമിയും ഉള്ളിടത്തോളം കാലം എൻ്റെ വചനങ്ങൾക്ക് വള്ളിയോ പുള്ളിയോ മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവവചനം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഒപ്പം, എന്ന് വെച്ചാൽ നമ്മുടെ ആകാശം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്ഥലം, അത് നമ്മുടെ സമയം. ഭൂമി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്ഥലം. അപ്പോൾ ഒരു ഈവൻ്റ് സംഭവിക്കണത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ ഒരു ഭൂമിയിലും ഒരു ആകാശത്തിലുമാണ്, ഒരു സ്ഥലത്തിലും ഒരു സമയത്തിലുമാണ് സംഭവിക്കുന്നത്. ഈ ആകാശം ഭൂമിയും ഒപ്പമാണ് വള്ളിപുള്ളി മാറ്റമില്ലാത്ത വചനം സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആകാശത്തിൻ്റെയും നമ്മുടെ ഭൂമിയുടെയും ആ സ്ഥലകാലങ്ങളിൽ സംഭവിക്കുന്ന നമ്മുടെ സംഭവങ്ങളുടെയും നിയന്താവാരാണ്? വചനമാണ്. അതുകൊണ്ട് തന്നെ വചനം ഓരോരോ സംഭവങ്ങൾക്കും ഓരോ സ്ഥലത്തിനും ഓരോ സമയത്തും അന്വേഷണമായി ഇതിൻ്റെ മീഡിയം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഇതിൻ്റെ അർത്ഥം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഈശോ എന്താ പറഞ്ഞത്? അപ്പോസ്തലന്മാരുടെ കാല് കഴുകിയപ്പോൾ 10 ദിവസത്തെ അടഞ്ഞപ്പോഴാണ് ഈശോ പറഞ്ഞത്, എന്ത് പറഞ്ഞത്? ഞാൻ ചെയ്തത് എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാകും. അപ്പോൾ അതിന് നമ്മളവർക്ക് ആ ഒരു കോണ്ടസ്റ്റല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. കർത്താവിൻ്റെ എല്ലാ ജീവനകളും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്.
ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ തിന്മയായിട്ടായിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ അപ്പം നമുക്കത് മനസ്സിലാവത്തില്ല. ഞാൻ നാട്ടിൽ ജീവിക്കുന്ന കാലത്ത് ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെ പറമ്പിലേക്ക് ഒഴുകുന്ന വെള്ളമൊഴുക്ക് ഒഴുകുന്ന ആ സ്ഥലം ഒരു സഹോദരൻ കെട്ടിയടച്ച് കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ പറമ്പ് കെട്ടിയടച്ചപ്പോൾ പിന്നെ വെള്ളമൊഴുക്കില്ലാതെ. അപ്പോൾ ഞങ്ങൾക്ക് പരിഭ്രമിച്ചു പോയി. കാര്യം എന്താ, പിന്നെ വെള്ളം വരുമ്പോൾ ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന്. പക്ഷേ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ സഹോദരൻ്റെ കരുത്തിൽ പോയി കയറാനോ അത് കേസാക്കാനോ ഒന്നും നമ്മൾ തയ്യാറല്ല. നമ്മൾ ജപമാല എടുത്ത്, എൻ്റെ അപ്പനും നല്ല പ്രാർത്ഥനയുള്ള ആളായിരുന്നു, അത് ജപമാല എടുത്ത് പ്രാർത്ഥിക്കും. പക്ഷേ എന്നാ സംഭവിച്ചു, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വസ്തുവൊക്കെ ചിട്ടിക്ക് ഈടായിപ്പോയി, ജപ്തിയായി പോയി. അപ്പോൾ ഇവർ എങ്ങനെ ജീവിക്കും? കാർഷിക പണി ചെയ്താണ് അപ്പം ജീവിച്ചത്. ഞാൻ 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ, അപ്പം മരിക്കണവരെ. പക്ഷെ കാർഷിക പണി ചെയ്യണമെങ്കിൽ എന്ത് വേണം? പായലുകൾ വേണം. കാര്യം അല്ലെങ്കിൽ രാസവളം മേടിച്ചിട്ടോ മുതലാകൂല. അപ്പോൾ എന്ത്, ഞങ്ങളുടെ പോടച്ചുകരങ്ങളെല്ലാം ഈ ഉപ്പുവെള്ളം കയറണത് ആ സഹോദരൻ തടഞ്ഞ്. ശരിക്കും ഞാൻ സഹോദരനെ കൊണ്ട് ചെയ്യിച്ചത് കർത്താവാണെന്നാണ് ഇപ്പോൾ ഞങ്ങൾ വിചാരിക്കണത്. എന്താ കാര്യം? അപ്പോൾ ഞങ്ങളുടെ വെള്ളം നല്ല വെള്ളമായി. നല്ല വെള്ളത്തിൽ ഒത്തിരിയേറെ ലക്ഷക്കണക്കിന് ടൺ പായലുകൾ. അപ്പം ഒരു 10-20 വാഴ വെച്ച് അതെല്ലാം ഈ പായൽ വാരി വെച്ചാണ് അതിനെല്ലാം വളർത്തിയത്. ആ മനുഷ്യൻ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ ഉപ്പുവെള്ളം കയറി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷൻസ് വന്നേനെ. തേങ്ങയെല്ലാം ചെറുതായി പോയേനെ. ഇപ്പോൾ നല്ല വെള്ളം കയറിയപ്പോൾ തേങ്ങയെല്ലാം വലുതായി. അപ്പോൾ കാർഷിക വെള്ളം കിട്ടാൻ തുടങ്ങി. പിന്നെ കാർഷിക മേഖലയിലെല്ലാം അഭിവൃദ്ധി ഉണ്ടായി. അപ്പോഴേ ഞാനീ ചെയ്തത് എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാവുന്ന. ഇപ്പം നിങ്ങൾ മനസ്സിലായ ഇതാണ് ജീവിതാനുഭവങ്ങളെന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ ഓർക്കും നമ്മൾക്ക് എതിരാണ് ചെയ്യണമെന്ന്. അങ്ങനെയല്ല. ദൈവഭക്തിന് എതിരെ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. ആദ്യം ഈ ഭക്തിയുള്ളവനാവുക, ശക്തനായിരിക്കുക, ധീരനായിരിക്കുക. കർത്താവ് നിൻ്റെ കൂടെ. പ്രൈസ് ദി ലോർഡ്.